ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2015 ഒരു ത്രില്ലർ ഡ്രാമ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ മൂവിയല്ല. അതാദ്യം തന്നെ എന്ന് പറയാണ്. തൻ്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ തടാക വീട്ടിൽ വേനൽക്കാലം ചെലവഴിക്കാനായിട്ട് വരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവരുടെ വീടിൻ്റെ അടുത്തായിട്ട് വരുന്ന മറ്റൊരു പണക്കാരനും അയാളുടെ ഭാര്യയും, പിന്നീട് ഈ ഒരു ചെറുപ്പക്കാരനും ആ ഒരു പണക്കാരൻ്റെ ഭാര്യയും തമ്മിൽ ഒരു പ്രണയത്തിലാവുകയും അതിനുശേഷം സംഭവിക്കുന്ന നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ് പറയുന്ന ഒരു മൂവിയാണിത്. ആദ്യത്തെ കുറച്ച് സീനുകളിൽ ഒരു പൈങ്കിളി പടമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മൂവിയുടെ സീൻ തന്നെ മാറും. പിന്നീട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളിലൂടെയാണ് ഈ ഒരു മൂവി നമ്മളെ കൊണ്ടുപോകുന്നത്. അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഡഗ് അവൻ്റെ അച്ഛനും അമ്മയായിട്ട് ഒരു വേനൽ അവധി ആഘോഷിക്കാൻ വേണ്ടി ഒരു തടാകത്തിനടുത്തായിട്ട് അവരുടെ ഒരു വീടുണ്ട്, അവിടേക്ക് ഇങ്ങനെ വരികയാണ്. അതുപോലെ ഡഗ് ആണെങ്കിൽ യവനെ വിട്ടുമാറാത്ത ഒരു ചെറുപ്പക്കാരനും കൂടിയാണ്. അങ്ങനെ ഇവർ ആ ഒരു വീട്ടിലേക്ക് വരുന്നതും ഡഗിൻ്റെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് സമയം ചിലവഴിക്കാനാണെങ്കിൽ ഒരുപാട് ബുക്കുകളുണ്ട്, അതെല്ലാം എടുത്ത് വായിച്ചോ. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, എന്തായാലും നീ വെറുതെ നിൽക്കല്ലേ, കുറച്ച് പെൺകുട്ടികളെല്ലാം കണ്ടുമുട്ടാൻ നോക്ക്, അങ്ങനെ കുറേ സമയമെല്ലാം പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഇവർ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നതും ആ ഒരു തടാകത്തിലൂടെ ബോട്ടിൽ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞൊരു പയ്യൻ പെട്ടെന്ന് ഇവരെ വിളിച്ചിട്ട്, ഹേയ് നിങ്ങളുടെ മകൻ ഫ്രീ ആണെങ്കിൽ അവനൊരു ജോലി ഞാൻ ഒപ്പിച്ചു കൊടുക്കാം എന്നെല്ലാം ഇങ്ങനെ പറയുന്നതും അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഡഗ് കാഴ്സനുമായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ കാഴ്സൻ പറയുന്നുണ്ട്, ഏയ് ഓരോ പെൺകുട്ടികളായിട്ട് നോക്കിക്കോ, ആരെങ്കിലും ഫ്രണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ തടാകത്തിനടുത്തായിട്ട് തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ അവിടെയുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡഗിനെയും ഇവൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്നതും ആ നാട്ടിലെ ഒരു ഷെരീഫുണ്ട്, പുള്ളിക്കാരൻ വന്ന് ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്തേക്കാണ്. അത് പെട്ടെന്ന് ഓഫാക്കിയിട്ട് ആ ഒരു ഷെരീഫ് ഇപ്പോൾ ഇവരുടെ മുന്നിലേക്ക് വന്നിരുന്ന് വെറുതെ പറയല്ല, അവരുടെ ടീം നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നമ്മുടെ ഡഗ് അന്ന് മുതൽ ജോലി ചെയ്യാൻ തുടങ്ങാണ്. ഈ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡഗ് നേരെ റൂമിലേക്ക് വരുമ്പോൾ അടുത്ത വീട്ടിൽ ഏതോ ഒരു കാറ് വരുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ജനാല വഴി വന്ന് നോക്കുമ്പോൾ അവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന 2 പേരാണ്. ഏലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ധനികനായിട്ടുള്ള ഒരാളും അയാളുടെ ഭാര്യ അതിസുന്ദരിയായിട്ടുള്ള ലെന എന്ന് പറഞ്ഞൊരു സ്ത്രീയും. അങ്ങനെ ഇവർക്കാണെങ്കിലും ബ്രോക്കർ വീടെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു റൂമിൽ വന്ന് നോക്കുമ്പോൾ ആ ഒരു റൂമിൽ നിന്നും നമ്മുടെ ഹീറോ ഡഗ് ഉണ്ടല്ലോ, അവൻ്റെ റൂമിൻ്റെ ആ ഒരു ജനാല കാണാൻ കഴിയും. അപ്പോൾ ഡഗ് ആണെങ്കിൽ ഇവിടെ ആ ഒരു ജനാലയുടെ അടുത്ത് ആ ഒരു സ്ത്രീ വന്ന് നോക്കുന്നത് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. പക്ഷെ അവനെ അവർ കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡഗ് തൻ്റെ സൈക്കിളും എടുത്തിട്ട് ആ ഒരു സ്ത്രീ ആരാണെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ വീടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്ന് സൈക്കിൾ ശരിയാക്കുന്നത് പോലെ അവിടെ ഇരിക്കുന്നതും ആ ഒരു ലേഡി കാറിലേക്ക് കയറാനായിട്ട് നടന്നു വരുന്നതും അവരുടെ ചെരുപ്പിൻ്റെ വള്ളി അഴിഞ്ഞിട്ട് അതിങ്ങനെ മാറ്റാനായിട്ട് അവർ ഇരിക്കുമ്പോൾ നമ്മുടെ ഡഗിനെ അവർ കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഡഗ് ആണെങ്കിലും ഒന്നും അറിയാത്തതുപോലെ അവരെ അങ്ങനെ നോക്കി ചിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ ആ ഒരു ലേഡിയും അവരുടെ ഭർത്താവും അവിടെ നിന്ന് പോകുന്നതും അടുത്തത് നമ്മുടെ ഡഗിനെ കാർ സെറി വിളിച്ചിട്ട് അടുത്തുള്ളൊരു ബോട്ട് ഷെഡ് ഉണ്ട്, അവിടേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ളൊരു തടിയാണെങ്കിൽ ഇളകിയിരിപ്പുണ്ട്, അതിങ്ങനെ മാറ്റിയിട്ട് ദേ ഇതിനകത്താണ് ഞാൻ ബിയറെല്ലാം ഒളിപ്പിച്ച് വയ്ക്കുന്നത്, നല്ലതുപോലെ തണുക്കുമെന്നെല്ലാം പറഞ്ഞ് ആ ഒരു സ്ഥലമെല്ലാം കാണിച്ചു കൊടുത്ത് ബിയറെല്ലാം എടുത്ത് ഇങ്ങനെ കുടിക്കാനായിട്ട് നിൽക്കുമ്പോൾ അടുത്ത ആ ഒരു തടാകത്തിൽ കുറേ പെൺകുട്ടികൾ കുളിക്കുന്നത് നല്ല ശബ്ദം ഉണ്ടാക്കി ബഹളമെല്ലാം ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ഒരു കാര്യം ഇവർ 2 പേരും കണ്ടുകൊണ്ട് നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡഗ് വീട്ടിലേക്ക് വരുമ്പോൾ അടുത്ത വീട്ടിൽ നിന്നും ഡഗിൻ്റെ അച്ഛനിങ്ങനെ പെട്ടെന്ന് ഡഗിനെ വിളിച്ചിട്ട്, ഹേ ഡഗ് ഇവിടേക്ക് വാന്നും പറഞ്ഞ് ആ ഒരു വീടിനകത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ആ ഒരു വീട് വാങ്ങിയ ഏലിയറ്റ് ഹാർപ്പർ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാളെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്, ഇതാണ് ഹാർപ്പർ, ഈ ഒരു വീട് വാങ്ങിയ ഞങ്ങളുടെ പുതിയ ആൾക്കാരനാണ്. അങ്ങനെ ഡഗിനെ ഹാർപ്പറിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതും ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഡഗിനെ ഇവിടേക്ക് അവൻ്റെ അച്ഛൻ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹാർപ്പറിന് ഒരു ബോട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ട് പരിപാലിക്കാനും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ഡഗിന് നല്ലതുപോലെ അറിയാം. എന്തായാലും ഒരു വേനൽ അവധി ആഘോഷിക്കാനായിട്ടാണ് ഇവിടേക്ക് വന്നത്. ചെറിയൊരു പോക്കറ്റ് മണി നമ്മുടെ ഡഗിന് കിട്ടാൻ വേണ്ടി ആ ഒരു ബോട്ട് പരിപാലിക്കുന്ന ജോലി ഹാർപ്പർ ഡഗിനെ ഏൽപ്പിക്കും. അത് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന് ഓക്കെ പറയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഡഗ് ആ ഒരു ബോട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആ ബോട്ട് കിടക്കുന്ന അടുത്തേക്ക് വന്ന് ബോട്ടിലേക്ക് കയറാനായിട്ട് വരുമ്പോൾ ഹാർപ്പറിൻ്റെ ഭാര്യ ലേന ഉണ്ടല്ലോ, അവളിപ്പോൾ ആ ഒരു തടാകത്തിൽ നിന്ന് കുളിച്ചിട്ട് അങ്ങനെ കയറി വരുന്നതും ബെഗിനിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ ഡഗിൻ്റെ കിളിയെല്ലാം പോയിട്ട് അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതുമല്ല അവളാണെങ്കിൽ അടുത്തുള്ള ആ ഒരു ഷവറിൻ്റെ കീഴിലേക്ക് വന്ന് കുളിക്കുന്ന സമയത്ത് ചുറ്റിനും ചെറിയ രീതിയിൽ മറയുണ്ട്, എന്നിരുന്നാലും ഉള്ളിലുള്ളതെല്ലാം കാണാൻ കഴിയും. പക്ഷെ അടുത്ത് ഒരാളുണ്ടെന്ന് പോലും നോക്കാതെ അവള് ന്യൂഡായിട്ട് നിന്നിട്ടാണ് അങ്ങനെ കുളിക്കുന്നത്. അങ്ങനെ ഇതും കൂടി കണ്ട് ഉള്ള കിളിയും കൂടി പോയിട്ട് നമ്മുടെ ഡഗ് ഒരുപാട് നേരം അങ്ങനെ നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് ഹാർപ്പർ അവിടേക്ക് വന്നിട്ട്, ഏയ് നീ മോശമല്ലല്ലോ, അവൾ നല്ലതുപോലെ പരിശോധിച്ചോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുന്നത് ഡഗ് പെട്ടെന്ന് പേടിച്ചു പോകും. അയ്യോ ഇനിയിപ്പോൾ അയാളുടെ ഭാര്യ കുളിക്കുന്നത് കണ്ടത്
അയാൾ കണ്ടോ ഇല്ലേന്ന് പറഞ്ഞിട്ട് ഡഗ് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹാർപ്പർ പറയും ബോട്ട് നല്ലതുപോലെ നോക്കിയെന്ന് ചോദിക്കുമ്പോൾ ഹാർപ്പറിന് അപ്പോഴാണ് സമാധാനമായത്. ഞാൻ നോക്കുവാണെന്ന് പറഞ്ഞിട്ട് അവൻ അപ്പോഴാണ് അകത്തേക്ക് കയറിയെന്ന് പോകുന്നത്. അങ്ങനെ ഹാർപ്പർ ആണെങ്കിലും ഡഗിനോട് വന്നിട്ട് ഞാൻ എന്തായാലും ഈ ഒരു ബോട്ടിനെ നന്നാക്കേണ്ട ആവശ്യമില്ലല്ലോ, നീ നല്ലതുപോലെ നോക്കില്ലേ, മണിക്കൂറിൽ ഒരു $10 വെച്ച് തരാം. അപ്പോൾ ഡഗ് പറയില്ല ഒരു 14. ഓക്കെ ശരിയെന്ന് പറയുന്നതും നമ്മുടെ ഹാർപ്പർ ആണെങ്കിൽ ഇത്തിരി ദേഷ്യക്കാരനാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ഡഗ് തന്റെ മുറിയിലേക്ക് കിടക്കുമ്പോൾ അടുത്ത വീട്ടിൽ എന്തോ ഒരു ബഹളം കേൾക്കുന്നു. അവൻ ജനാല വഴി ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ അയൽക്കാരുടെ ആ ഒരു മുറി അവന് നല്ലതുപോലെ കാണാൻ കഴിയും. അവിടെ സംഭവിക്കുന്നത് ലെന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ ഹാർപ്പർ ഉണ്ടല്ലോ അവൻ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അവനോടൊപ്പം ഇപ്പോൾ റൊമാൻറ്റിക്കായിട്ട് ചെയ്യാണ്ട് ഒട്ടും താല്പര്യമില്ല. പക്ഷെ അവനാണെങ്കിലോ അവളെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ട് അവനുമായിട്ട് റൊമാൻറ്റിക്കായിട്ട് ഇരിക്കാനായിട്ട് നിർബന്ധിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇവരുടെ ബോട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഹാർപ്പർ കാർ കൊണ്ട് വരുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, പുതുതായിട്ട് വന്നവനാണ്. അവനാണെങ്കിൽ ഇതിനകത്തേക്ക് പോകുന്ന എല്ലാവരും ഇവിടെ സൈൻ ചെയ്തിട്ട് മാത്രമേ പോവുള്ളൂ, സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണെന്നെല്ലാം പറയുന്നതും ഹാർപ്പറിനെ അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴേക്കും നമ്മുടെ ഡഗ് വന്നിട്ട് സോറി സാർ ഇവൻ പുതുതായിട്ടാണ്, എല്ലാവരോടും ഇങ്ങനെ തന്നെയാണെന്നെല്ലാം പറഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ ബോട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡഗ് ഹാർപ്പറിനോട് ചോദിക്കും, അല്ല സാർ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം കിട്ടിയത്, ഈ ഒരു ബോട്ട്, ഇത്രയും പണം, പിന്നെ ഭാര്യ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഹാർപ്പർ പറയും വേറെ എന്ത്, നല്ല സൗന്ദര്യം, അതേപോലെ തന്നെ ഒരുപാട് പണം ഉണ്ടെങ്കിൽ എല്ലാം കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ ഹാർപ്പറിനാണെങ്കിൽ ഒരുപാട് പണം ബാങ്കിൽ നിക്ഷേപമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു കോടീശ്വരനാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഡഗിനോട് പറയുന്നതും അടുത്ത സീനിൽ ഡഗ് അവൻ്റെ റൂമിലിരിക്കുന്ന സമയത്താണ് ലെന വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇങ്ങനെ പോകുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലെന നിലവിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് ഡഗ് വഴി അവിടേക്ക് ചെല്ലുമ്പോൾ അവൾ കാറിനുള്ളിൽ കയറാതെ വെളിയിൽ തന്നെ ഇങ്ങനെ നിൽക്കാണ്, അകത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഡഗ് ചെന്ന് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും ഇത്തിരി പോകുന്ന ഒരു ചെറിയ ചിലന്തിയെ കണ്ടിട്ടാണ് അവൾ പേടിച്ച് ഇങ്ങനെ കരയുന്നത്. അപ്പോൾ അവൻ പറയും ശരി ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചിലന്തി എടുത്ത് താഴേക്ക് ഇടുന്നതും അപ്പോഴും അവൾ കയറുന്നില്ല. അപ്പോൾ അവൻ പറയും ഓക്കെ ശരി എന്നും പറഞ്ഞ് ആ ഒരു ചിലന്തിയെ ചവിട്ടിക്കൊന്ന് ആ വൈപ്പർ എന്തോ ലോക്കായിപ്പോയി, അതുകൊണ്ട് അത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഉള്ളിലേക്ക് കയറിയിരുന്ന് അത് ആ ഒരു കീ എങ്ങനെയാണ് ഇടേണ്ടതെന്നെല്ലാം കറക്റ്റ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവളാണെങ്കിലും ഓക്കെ ശരിയെന്നും പറഞ്ഞ് നേരെ വന്ന് അവൻ്റെ മടിയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല. അതുമല്ല ആദ്യ കാഴ്ചയിൽ തന്നെ ഇവളെ കണ്ടിട്ട് അവന് ക്രഷ് അടിച്ചിരുന്നു. ഇത്രയും അടുത്തുകൂടി വന്നപ്പോഴത്തേക്കും അവൻ എന്തായാലും സഹിക്കാൻ കഴിയുന്നില്ല. അതുമല്ല അവളുടെ കൈ പിടിച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവനിങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാക്ക് വീണ്ടും ആ ഒരു ഷോപ്പിൽ ജോലിക്കെല്ലാം പോയി ജോലി കഴിഞ്ഞ് രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും വീടിൻ്റെ വെളിയിൽ ലെന ഇരിക്കുന്നു. അപ്പോൾ ലെനയെ കാണുന്നത് അവൻ പെട്ടെന്ന് നീ എന്താ എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല നിൻ്റെ അച്ഛനെ അമ്മയെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ചു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ, ഞാൻ എൻ്റെ വീടിൻ്റെ ഡോറ് ലോക്ക് ചെയ്തു, അതിപ്പോൾ തുറക്കാൻ കഴിയുന്നില്ല, അകത്ത് കയറിയില്ലേ തുറക്കാൻ കഴിയത്തുള്ളൂ, അതുപോലെ എൻ്റെ ഭർത്താവാണെങ്കിൽ ഇപ്പോൾ വീട്ടിലില്ല, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഡഗ് പറയും ഓക്കെ ശരി ബാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുന്നതും ആ ഒരു സമയം നോക്കി പെട്ടെന്നതേ മഴയും പെയ്യുന്നു. ഇനിയിപ്പോൾ എങ്ങനെ അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വീടിൻ്റെ ഒരു വശത്തേക്ക് ഒന്ന് നിൽക്കുമ്പോൾ ലെന പെട്ടെന്നൊരു കല്ലെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയുന്നത് ഇവിടെയുള്ള ആ ഒരു ജനാലല്ലേ അത് തകർത്തിട്ട് നീ ഉള്ളിലേക്ക് പോയി ഡോർ തുറന്നു തന്നാൽ മതി എന്ന് പറയുന്നതും ഡഗ് പറയും ഇത് വെച്ച് തകർത്തിട്ട് വേണം എൻ്റെ അച്ഛനും അമ്മയും എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്നതും ഡഗ് അവൻ്റെ ടീഷർട്ട് ഊരിയിട്ട് ആ ഒരു കല്ലിങ്ങനെ പൊതിഞ്ഞ് ലെനയോട് ചോദിക്കും ഇത് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറയുന്നതും അവൻ ആ ഒരു ജനാല പൊട്ടിച്ചിട്ട് അകത്തേ കയറി ഡോർ തുറന്നു കൊടുക്കുകയാണ്. അപ്പോഴാണ് ലെന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവൻ്റെ വയറ് ഭാഗം ഗ്ലാസ് കൊണ്ടിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡഗ് പോകാനായിട്ട് വരുമ്പോൾ ലെന പറയും ഇല്ലില്ല ഇത് വൃത്തിയാക്കി തന്നിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് നേരെ കിച്ചണിലേക്ക് പോവാണ്. അതുപോലെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ മഴയിൽ നനഞ്ഞതുകൊണ്ട് ലെന വസ്ത്രം ഇട്ടാലും ഇല്ലാന്നുണ്ടെങ്കിലും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ലെന എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു തുണിയെടുത്ത് അവൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗത്താണ് മുറിഞ്ഞിട്ടുള്ളത്, ആ ഒരു മുറിവിലെ രക്തമെല്ലാം ഇങ്ങനെ തുടച്ച് കളഞ്ഞ് അവിടെ ചെറിയ രീതിയിൽ മരുന്ന് വെച്ചിട്ട് ആ ഒരു രക്തം ഇങ്ങനെ തുടച്ച് കളഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ടാണ് നമ്മുടെ ഡഗിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും. അവനിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. സാധാരണ ഒരാണും പെണ്ണും മഴയത്ത് നനഞ്ഞൊരു വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ മൂവികളിൽ സംഭവിക്കുന്നത് എന്താണ്, അതൊരു പ്രകൃതി നിയമമാക്കി വെച്ചേക്കാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഡഗ് ഓക്കെ ശരിയെന്നെല്ലാം പറഞ്ഞിട്ട് പോകാനായിട്ട് വരുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ അങ്ങനെ വന്ന് പെട്ടെന്ന് കിസ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവിടെ നടന്ന് കഴിയുകയും ചെയ്യുന്നു. അങ്ങനെ അന്നൊരു രാത്രി മുഴുവനായിട്ടും അവൻ അവിടെ തന്നെ ചിലവഴിച്ചിട്ട് അടുത്ത ദിവസം ലെനയ്ക്കിപ്പോൾ ഡഗിനോട് നല്ല ഇഷ്ടമായി. അതുപോലെ അവൾ പറയുന്നുണ്ട് ഈ ഒരു കാര്യം മറ്റാരോടും പറയരുതെന്നും. അതുപോലെ ലെനയ്ക്കാണെങ്കിൽ അവളുടെ ഭർത്താവ് അവളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ അവൾക്ക് കുറച്ച് ആശ്വാസമായിട്ടും തോന്നുന്നുണ്ട്. അതുപോലെ ഡഗിനോട് ചോദിക്കുന്നു ഇത് നിൻ്റെ ആദ്യത്തെ തവണയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ലില്ല ഇത് 3ാമത്തെ തവണയാണെന്ന് പറയുന്നതും അവൾക്കത് എന്തായാലും വലിയ കാര്യമല്ല. അങ്ങനെ ഡഗ് നേരെ തിരിച്ച് അവൻ്റെ റൂമിലേക്ക് വരുന്നതും അവൻ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡഗ്
അവൻ്റെ സുഹൃത്തായിട്ടുള്ള കാർസനോട് പോലും ഈ ഒരു കാര്യം പറയത്തില്ല. കാർസനാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെ കാണിച്ചിട്ട് ദേ അവരെല്ലാവരും നിന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഡഗിനാണെങ്കിൽ ഇപ്പോൾ അവരോട് ആരോടും ഒരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡഗ് ആ ഒരു ബോട്ടിൽ നിൽക്കുന്ന സമയത്താണ് ലേന അവിടേക്ക് വരുന്നത്. എന്നിട്ട് അവൾ പറയും, എൻ്റെ ഭർത്താവ് എന്നെ ഇവിടേക്ക് വിട്ടതാണ് ബോട്ടൊന്ന് പരിശോധിക്കാൻ വേണ്ടി. ശരി വാ അകത്തേക്ക് വാ, ബോട്ടെല്ലാം എനിക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് അവനെയും കൂട്ടി നേരെ അകത്തേക്ക് പോവാണ്. അങ്ങനെ അകത്തേക്ക് ചെന്നതിന് ശേഷം ആ ഒരു ബോട്ടിൻ്റെ ഡോർ അടയ്ക്കാൻ പറഞ്ഞിട്ടാണ് അവൾ പെട്ടെന്ന് അവനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ചെറിയ പേടിയുണ്ട് ബോട്ടായതുകൊണ്ട്. എന്നിരുന്നാലും അവൾ സമ്മതിക്കുന്നില്ല. നമ്മുടെ ചെറുക്കനെ വെറുതെ നശിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പെണ്ണ് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യാണ്. അങ്ങനെ കുറച്ചു നേരം ആ ഒരു ബോട്ട് കുലുക്കി മറിച്ചിട്ട് അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം രാത്രി കാണിക്കുമ്പോൾ ഡഗ് അവൻ്റെ ഷോപ്പിൽ നിൽക്കുന്ന സമയത്താണ് ലെനയെ ഹാർപ്പർ എങ്ങോട്ടോ വിളിച്ചുകൊണ്ട് പോകുന്നു. അവളാണെങ്കിൽ വളരെ വിഷമത്തിലാണ്. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ അടുത്ത ദിവസം ഡഗ് അടുത്തുള്ള ഷോപ്പിൽ എന്തോ സാധനങ്ങൾ വാങ്ങിക്കായിട്ട് വരുമ്പോൾ വെളിയിൽ ഹാർപ്പറിൻ്റെ കാർ കിടക്കുന്നു. അങ്ങനെ അവൻ ഷോപ്പിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് അതിനകത്ത് ലെനയുണ്ട്. അപ്പോൾ അവൻ നോക്കുമ്പോൾ ഷോപ്പിൽ ആ ഒരു ലേഡിയും അതേപോലെ തന്നെ ലെനയും മാത്രമേ ഉള്ളൂ. ഇവനെ കാണുന്നത് ലെന പതിയെ ആ ഒരു ഷോപ്പിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുന്നതും. നമ്മുടെ ഡഗ് ആണെങ്കിലും പതിയെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൾ പെട്ടെന്ന് അവിടെ വെച്ചിട്ട് എനിക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ വെച്ചിട്ട് തന്നെ റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ പറയുന്നു. അതുപോലെ ഇവർ നിൽക്കുന്നത് ആ ഒരു ഷോപ്പിൻ്റെ വെളിഭാഗത്ത് തടാകത്തിനരികിലായിട്ടാണ്. അതുപോലെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവർക്കാണെങ്കിൽ പബ്ലിക് എന്നോ അങ്ങനെയൊന്നുമില്ല. എവിടെ വെച്ചിട്ടാണെങ്കിലും അവർക്ക് തോന്നുന്നത് അവർ ചെയ്തിരിക്കും. അങ്ങനെ അവർ നിൽക്കുമ്പോൾ കറക്റ്റ് സമയത്ത് അവിടേക്ക് ഹാർപ്പർ കയറി വരുന്നു ലെനയെ വിളിക്കാനായിട്ട്. അതുപോലെ അവനാണെങ്കിൽ ആ ഒരു ഡോറിനടുത്തേക്ക് വന്ന് നിൽക്കുന്നതും ഇവർ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം പെട്ടെന്ന് അടുത്തുള്ളൊരു ബോട്ടിൽ താഴെ വീഴാനായിട്ട് വരുന്നതും ലേന അത് കാലുകൊണ്ട് ഇങ്ങനെ പിടിക്കും. അതുപോലെ ഇവർ നിൽക്കുന്നത് കാണുമ്പോൾ ഒരേ സമയം നമുക്ക് ചിരിയും വരുന്നുണ്ട്, അതേപോലെ തന്നെ ടെൻഷനും അടിക്കുകയാണ്. ഹാർപ്പർ ഇതുപോലെ കണ്ടുപിടിക്കില്ലേ എന്ന്. പക്ഷെ എന്തോ ഭാഗ്യം അവനത് കാണാതെ പെട്ടെന്ന് അവിടെ നിന്നും അകത്തേക്ക് പോകുമ്പോൾ ലേന പെട്ടെന്ന് അകത്തേക്ക് കയറിയിട്ട് ടോയ്ലറ്റിൽ പോയതുപോലെ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ബാ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഹാർപ്പറിനെ വിളിച്ച് വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഡഗ് ആ ഒരു ബോട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് അകത്തേക്ക് വരുമ്പോൾ ഹാർപ്പർ അവനിങ്ങനെ വഴക്ക് പറയാണ്. ഇതിനുള്ളിൽ എന്തോ ഒരു കാര്യം അവൻ ശരിയാക്കില്ല, അത് കറക്റ്റായിട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവന് വഴക്ക് പറഞ്ഞിട്ട് ഡഗിനോട് പറയും, ഞാൻ എന്തിനാണെന്നറിയോ നിന്നെ എപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഏൽപ്പിക്കുന്നത്. നീ സാധാരണ ചെറുപ്പക്കാരെ പോലെയല്ല വെറുതെ ചുറ്റി നടന്ന് സമയം പാഴാക്കാതെ എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഒരുപാട് പേര് ബഹുമാനിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവിടെ യാത്ര പോകുന്നുള്ള കാര്യം പറയുന്നു. എന്താണെന്ന് വെച്ചാൽ ഹാർപ്പർ എപ്പോഴും യാത്രയിലായിരിക്കും. അതുമല്ല ഹാർപ്പറിനെ ആരും അങ്ങനെ ബഹുമാനിക്കാത്തത് കാരണം അവൻ ആ ഒരു വിഷമത്തിൽ പറയുന്നതും ഡഗ് പറയും, നിങ്ങൾ നല്ലതുപോലെ മറ്റൊരാളെ പരിചരിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ബഹുമാനിക്കും എന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു കാര്യം കേട്ട് ഹാർപ്പറിൻ്റെ ദേഷ്യം വന്ന് അവൻ പറയും ശരി അത് ക്ലീൻ ചെയ്യുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹാർപ്പർ ആ ഒരു യാത്രയ്ക്ക് പോയതും നമ്മുടെ ഡഗ് ഇപ്പോൾ ലെനയോടൊപ്പം തന്നെയുണ്ട്. അതുമല്ല അപ്പോഴാണ് ലെന പറയുന്നത്, ഇത്രയും നാളിനുള്ളിൽ ഞാൻ ഇതുവരെയും ഇത്ര സന്തോഷത്തോടെ ഇരുന്നിട്ടില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ലെനയുടെ കാലിൽ അവൻ എന്തൊരു ടാറ്റു കാണും. അപ്പോൾ അവൻ ചോദിക്കും, അല്ല ഇത് മാച്ച് ചെയ്യാനായിട്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല അത് ഞാൻ വെറുതെ വരച്ചതാണ് എന്നെല്ലാം പറയുന്നതും നമ്മുടെ ഡഗ് ഒരു പേന എടുത്തിട്ട് അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ വരച്ചു ചേർക്കും. അതുമല്ല ലെനയാണെങ്കിൽ അവന് ഗിഫ്റ്റായിട്ട് ഒരു പ്രീപെയ്ഡ് ചെയ്ത ഫോണും കൊടുക്കും. എന്നിട്ട് ഇത് നീ സൂക്ഷിച്ചു വെച്ചാൽ മതി, നമുക്ക് രണ്ടുപേർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അവന് കൊടുക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഈ തോട്ടമെല്ലാം പരിചരിക്കുന്ന ഒരാളുണ്ട് ജോലിക്കാരൻ. അയാൾ ഇവരെ രണ്ടുപേരെ കാണും. അയാളാണെങ്കിൽ ഇത്തിരി വയസ്സായുള്ള ഒരാളാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഡഗ് ആ ബോട്ടിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഹാർപ്പർ അങ്ങനെ നിൽക്കുകയാണ്. ഡഗിന് ഇപ്പോഴും പേടിയുണ്ട്. ആ ഒരു തോട്ടക്കാരൻ ഇവനോട് സത്യങ്ങളെല്ലാം പറഞ്ഞു ഇല്ലയോ എന്ന്. ആ ഒരു പേടിയിലാണ് നടന്ന് അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷെ എന്തോ ആ ഒരു തോട്ടക്കാരൻ അവരോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ ഡഗിനെ വിളിച്ചിട്ട് അതേപോലെ തന്നെ ലെനയും ഉണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും ബോട്ടിലേക്ക് കയറി ഒരു സവാരി പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ആ ഒരു ബോട്ടിൻ്റെ സെയിലുണ്ടല്ലോ അത് പെട്ടെന്ന് ഹാർപ്പറിനെ അടിക്കാനായിട്ട് വരുന്നതും അവൻ ജസ്റ്റ് മിസ് പെട്ടെന്ന് അങ്ങ് കുനിയുന്നതും ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് എന്തോ ഗ്യാസ് എന്തോ ലീക്കായിട്ട് അത് പുകയാൻ തുടങ്ങും. അപ്പോൾ ഡഗ് പെട്ടെന്ന് ഹാർപ്പർ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ സിഗരറ്റ് വെച്ചിട്ട് ഇങ്ങനെ വലിക്കരുത്, അത് ഡേഞ്ചറാണെന്നെല്ലാം പറയുമ്പോൾ ഹാർപ്പർ പറയും ഇതെല്ലാം നോക്കേണ്ടത് നിന്റെ ജോലിയല്ലേ, അതിനല്ലേ നിനക്ക് ഞാൻ പണം തരുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അവനകത്തേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ ഡഗ് പെട്ടെന്ന് ലെനയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, എനിക്ക് ഇവനോട് ഇനി ഒട്ടും ജീവിക്കണമെന്ന് താല്പര്യമില്ല, ഞാൻ അവനുമായിട്ട് ബന്ധം വേർപെടുത്താൻ പോവാണ്. അതുമല്ല അവനാണെങ്കിൽ എപ്പോഴും യാത്രയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് എന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി അവൻ വീണ്ടും എന്നെ റാലിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ അവനോട് വിവാഹമോചനം അത് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി കാണിക്കുന്നതും നമ്മുടെ ഡഗ് ഉറങ്ങി കിടക്കുമ്പോൾ ലെന വിളിക്കുന്നു. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എന്നെ അവൻ ഇന്ന് നല്ല രീതിയിൽ അടിച്ചു, എനിക്ക് അവനെ വിവാഹമോചനം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഡഗ് ചോദിക്കുക അല്ല നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇതേപോലെ ഞാൻ മെഡിക്കൽ സെൻ്ററിന് പുറത്താണ് എന്ന് പറയുന്നതും
അവൻ പെട്ടെന്ന് അവിടേക്ക് വന്ന് ലെനയോട് കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ അവൾ നല്ലതുപോലെ അടിച്ച മുഖത്തുള്ള പാടുകളൊക്കെ ഉണ്ട്. അതുമല്ല അവൾ പോലീസിനോട് കാര്യം പറഞ്ഞു ചോദിക്കുമ്പോൾ അവൾക്കത് പേടിയാണ്. ഇപ്പോൾ എന്തായാലും വേണ്ട, ഞാൻ പോലീസിനോട് പറഞ്ഞത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ താഴേക്ക് വന്ന് വീണെന്നാണ് എന്നെല്ലാം പറയുന്നത്. ഡഗ് പറയും, ലെന നീ ഇനി നിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് പോലീസിനോട് പറയും എന്നെല്ലാം പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഡഗിന്റെ വീടിന്റെ പണികളെല്ലാം നടക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് പണിക്കാരെല്ലാം വരുന്നുണ്ട്. അതേസമയം ഡഗ് ആണെങ്കിൽ അവന്റെ റൂമിന് വെളിയിൽ നിൽക്കുമ്പോൾ ലേന അവരുടെ ഗാർഡൻ ഭാഗത്ത് കടന്നിട്ട് ഈ സൺ ബാത്ത് ചെയ്യാണ്. അതേസമയം തന്നെ അവിടുത്തെ ആ ഒരു പൂന്തോട്ടക്കാരനുണ്ടല്ലോ അയാളോടെ നിൽപ്പുണ്ട്. അങ്ങനെ രണ്ടുപേരും ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നതും പിന്നീട് കാണിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കാർസറിന്റെ ആ ഒരു ബോട്ട് ഷെഡ് ഉണ്ടല്ലോ അതിനകത്ത് കിടന്നിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കാണ് ഡഗ് ലെനയോട് പറയുന്നത്, അല്ല നിന്നെ അവൻ നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊടുത്തൂടെ, എൻ്റെ അമ്മ ഒരു വക്കീലാണ്, അമ്മ നിനക്ക് വേണ്ടി വാദിക്കും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾ ആ ഒരു കാര്യം ചെയ്യാൻ മാത്രം തയ്യാറാവുന്നില്ല. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാർസൺ ഡഗിനോട് പറയും, എൻ്റെ ഷെഡ് ആരോ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനല്ല, വേറെ ആരാണ് എന്നെല്ലാം പറഞ്ഞ് ഡഗിന് എന്തോ ഒരു അജ്ഞാത കാമുകയുണ്ടെന്നുള്ള രീതിയിൽ അവനിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ ഡഗ് ആണെങ്കിൽ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. അങ്ങനെ ഡഗ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഹാർപ്പറിന്റെ കാറ് വെളിയിൽ കിടക്കാണ്. അതുമല്ല ലെനയാണെങ്കിൽ അവളുടെ ഫോണിൽ എന്തോ മെസ്സേജ് അയച്ച് അവൻ പെട്ടെന്ന് അവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ലെന ഇപ്പോൾ അകത്ത് നിൽക്കാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അല്ല എന്താ കാര്യം, നീ എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല പണി നടക്കുന്ന ആ ഒരു സൈഡിലൂടെ ഞാൻ കയറി വന്നതാണ്. അല്ല എന്തു പറ്റി, എന്തു വന്നാലും ഇന്ന് നീ എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് വാക്ക് തരുമെന്ന് ചോദിക്കുന്നതും ഡഗ് പറയും, അല്ല എന്താ, ഡഗ് ചോദിക്കും, അല്ല എന്താ പ്രശ്നം. അവള് പറയും, അതൊന്നും എനിക്കിപ്പോൾ പറയാൻ സമയമില്ല, കഴിയുന്നതും എത്രയും വേഗം നീ എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നതും കുറച്ച് രാത്രിയാകുമ്പോൾ ഡഗ് ലെനയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. ചെന്ന് നോക്കുമ്പോൾ അവള് പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ അവൻ നോക്കുന്നതും ആഹാ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹാർപ്പർ അവിടെ മരിച്ചു കിടക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവനും അവളായിട്ട് വഴക്കിടുന്ന സമയത്ത് ഹാർപ്പർ എന്തോ അവളെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോൾ അവൾ അടുത്തിരുന്ന ആ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അവൻ്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അടി കൊണ്ടതും തലയിൽ നിന്ന് ഒരുപാട് രക്തം പോയി അവൻ അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഡഗ് പറയും, ഹേയ് നീ എന്തായി ചെയ്തേ? ഇല്ലില്ല ഒരിക്കലും ഞാൻ അവനെ കൊന്നിട്ടില്ല, അതൊരു അപകടത്തിൽ സംഭവിച്ചു പോയതാണ് എന്ന് പറയുമ്പോൾ ഡഗ് പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കിത് പോലീസിനോട് പറയാം, പോലീസ് വന്നാൽ ഒരു കുഴപ്പമില്ല, അവൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ നീ അത് ഡിഫൻസ് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ലെന പറയും, ഇല്ലല്ലോ ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ, അവൻ്റെ ഫാമിലി നിനക്ക് അറിയത്തില്ല, അത് വെച്ചിട്ട് തന്നെ അവരെന്നെ കുറ്റപ്പെടുത്തും, അവൻ്റെ മുൻ ഭാര്യയെ അവരതേപോലെയാണ് ഉപദ്രവിച്ചത്, എൻ്റെ മേല് കുറ്റം അടിച്ചേൽപ്പിക്കാനായിട്ട് അവരെത്ര വേണമെങ്കിലും പണം ഇറക്കും, അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഡഗ് ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിലും നമുക്ക് പോലീസിനെ വിളിക്കാം അല്ലെങ്കിൽ ആംബുലൻസിനെ വിളിക്കാം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ലെന പറയും, നീ ഇപ്പോൾ ആരുടെ അടുത്ത് പോയാലും ഞാൻ മരിച്ചതുപോലെ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് നിന്റെ സഹായം വേണം എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് പറയും, ഇല്ലില്ല നിന്നെ ഇതിലേക്ക് വലിച്ചഴയ്ക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, കാരണം നീ ഒരു കുട്ടിയാണ്, നിനക്കിതൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറയുമ്പോൾ ഡഗിനത് എന്തോ പോലെയായി അവനൊരു കുട്ടിയെന്ന് വിളിച്ചതുകൊണ്ട്. എന്നിട്ട് വീണ്ടും അവൻ്റെ അടുത്തേക്ക് ഒന്ന് അവനെ സമാധാനപ്പെടുത്തി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഡഗ് പറയും, ഓക്കെ ശരി, നമ്മൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ശാന്തമായിട്ട് ഇരുന്നേ പറ്റൂ, എനിക്ക് വർക്കുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ, അതുവരെ നീ ഒന്നും ചെയ്യരുത്, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ജോലിക്ക് പോവാണ്. അങ്ങനെ അവൻ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് കാർസൺ ഇപ്പോൾ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഡഗിനാണെങ്കിലും നല്ല ടെൻഷൻ. അത് കാണുമ്പോൾ കാർസൺ പറയും, ഏയ് ഡഗ് എന്തു പറ്റി, നിന്റെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഒരു ഗേൾ ഫ്രണ്ട് എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഡഗ് പെട്ടെന്ന് കാർസനോട് ദേഷിച്ച് പറഞ്ഞിട്ടാണ്, ഏയ് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാതെ എന്ന് അവനോട് ദേഷ്യപ്പെട്ട് അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് ഡഗ് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ലെന ഇപ്പോൾ അവരുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഡഗ് ആയാലും ലെനയെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഹായ് എൻ്റെ പേര് ഡഗ് എന്ന് പറയുന്നതും ഡഗിൻ്റെ അച്ഛനും അമ്മയും ലെനയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ഡഗ് പറയും, ശരി ഞാൻ കുളിച്ചിട്ട് ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞ് അവൻ നേരെ റൂമിലേക്ക് പോയിട്ട് പെട്ടെന്ന് ലെനയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളും അവിടേക്ക് വരികയാണ്. ഇപ്പോൾ ഹാർപ്പറിൻ്റെ ശരീരം അവൾ തുണി വെച്ചിങ്ങനെ മൂടിയിരിക്കുന്നു. അപ്പോൾ ഡഗ് വന്നിട്ട്, ഓക്കെ ശരി, ഞാൻ രാത്രി മുഴുവനായിട്ട് ആലോചിച്ചിട്ടുണ്ട്, ഇതൊരു അപകടമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കണം. അപ്പോൾ ലെന പറയും, അതൊരു അപകടമായിരുന്നു, ഓക്കെ ശരി, എന്നിരുന്നാലും മറ്റുള്ളവരത് വിശ്വസിക്കണം, ഒന്നുകിൽ പടിക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണതുപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതുപോലെ എന്നെല്ലാം പറയുമ്പോൾ ലെന പറയും, അതൊരിക്കലും ശരിയാവത്തില്ല, ഈ ഒരു ബോഡി അവന് തലയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ കാണുന്നവരൊരിക്കലും അത് വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നതും നമ്മുടെ ഡഗ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ചൊരു കാര്യം ചെയ്യാണ്. ഹാർപ്പറിന്റെ ശരീരം അവിടെ നിന്ന് വലിച്ചെടുത്ത് അവൻ്റെ കാറിലിട്ട് അവൻ്റെ കാറും എടുത്ത് ഹാർപ്പറിന്റെ പോലെ വസ്ത്രമെല്ലാം ധരിച്ചിട്ട് ആ ഒരു ബോട്ട് കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് ചെല്ലും. അവിടേക്ക് ചെന്ന് അവൻ്റെ ശരീരം ആ ഒരു ബോട്ടിലേക്ക് ഇടുന്നതും അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റി അവൻ ഈ ഒരു കാര്യം കാണുന്നില്ല. കാറ് വന്ന് കിടക്കുന്നത് കണ്ടിട്ട് സെക്യൂരിറ്റി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ വിചാരിക്കും ഹാർപ്പറാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ നോക്കുമ്പോൾ നമ്മുടെ ഡഗ് ഇപ്പോൾ ആ ഒരു ബോട്ടിൽ കയറി ഇങ്ങനെ പോവാണ്. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി എവിടെ നിന്നിട്ട്, ഹേ ഹാർപ്പർ ഹാർപ്പർ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട്.
ഡഗ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹാർപ്പർ സിഗരറ്റ് വലിക്കുന്നത് പോലെ സിഗരറ്റെല്ലാം എടുത്ത് കത്തിച്ച് അങ്ങനെ ബോട്ട് എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഡഗ് പോയ ആ ഒരു ബോട്ട് മുഴുവനായിട്ട് ഇപ്പോൾ തീ പിടിച്ചിട്ടുണ്ട്. അവൻ്റെ ശരീരമാണെങ്കിൽ കത്തി നശിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് ആണെങ്കിലും വന്ന് പരിശോധിച്ച് അടുത്തതായിട്ട് ലെനയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതേസമയം ഡഗിനാണെങ്കിൽ നല്ല പേടി. അങ്ങനെ അവൻ എഴുന്നേറ്റ് വെളിയിലേക്ക് നോക്കുമ്പോൾ പോലീസിനെ കാണുന്നതും നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. കാരണം അവൻ ചെയ്ത ഒരു കാര്യം ആ ബോട്ടിൽ ഹാർപ്പറിന്റെ ശരീരം കൊണ്ടുപോയിട്ട് അതിനകത്ത് വെച്ച് കത്തിക്കുമായിരുന്നു. ഒരു ചെറിയ പയ്യൻ തന്റെ കാമുകിക്ക് വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തേക്കാണ്. അതുമല്ല അവനാണെങ്കിൽ നല്ല പേടിയുണ്ട് പോലീസ് അവനെ അന്വേഷിച്ച് വരുമോ ഇല്ലയെന്ന്. അങ്ങനെ അന്നത്തെ രാത്രി ഹാർപ്പർ ജോലി ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു ഷെറീഫും അവന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് ഹാർപ്പറിനെ പറ്റി സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഹാർപ്പറിന്റെ ഭാര്യ ലെന, ആ ഒരു സ്ത്രീക്ക് ഇനിയിപ്പോൾ ഹാർപ്പർ മരിച്ചത് കൊണ്ട് ഇൻഷുറൻസ് തുകയായിട്ട് $10 ലക്ഷം കിട്ടാൻ പോകുന്നത്. അതുപോലെ അതിനെപ്പറ്റി അന്വേഷിക്കാനും ഈ ഒരു ഇൻഷുറൻസ് പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആഗി എന്ന് പറഞ്ഞൊരു ലേഡി ഇവിടേക്ക് വരുന്നുണ്ട്. അവർ ഈ ഒരു കേസ് അന്വേഷിച്ചിട്ട് മാത്രമേ പണം കൊടുക്കത്തുള്ളൂ എന്നെല്ലാം പറയുന്നതും ഈ ഒരു കാര്യം നമ്മുടെ ഡഗ് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാണ്. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ആഗി എന്ന് പറഞ്ഞ ഒരു ലേഡി അവരിവിടേക്ക് വരുന്നു. അവരിപ്പോൾ ഇവിടേക്ക് വരാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇൻഷുറൻസ് തുക മരിച്ച ആളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഇല്ലയെന്ന് ഇവർ പരിശോധിക്കും. കാരണം അത്രയും വലിയൊരു കോടീശ്വരനായതുകൊണ്ട് ഇൻഷുറൻസ് തുകയെന്ന് പറയുന്നത് ഒരുപാടുണ്ടാവും. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെ കൊല്ലാനും ചിലർ മടിക്കത്തില്ല. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവർ ആ ഒരു പണം കൈമാറത്തുള്ളൂ. അങ്ങനെ ആ ഒരു ലേഡിയാനും വന്നിട്ട് നമ്മുടെ ഷെരീഫിനെ വിളിച്ച് പരിശോധിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഡഗിന് ലെന ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചേക്കാണ്. പോലീസുകാരിപ്പോൾ വീട് സീൽ ചെയ്തു, അതുകൊണ്ട് എനിക്ക് എന്തായാലും വീട്ടിൽ നിൽക്കാൻ കഴിയത്തില്ല, നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇടണം എന്നെല്ലാം പറഞ്ഞ് അവന് മെസ്സേജ് അയച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെനയെ ആ ഒരു ലേഡി അങ്ങനെ ചോദ്യം ചെയ്യുന്നതും ലെന ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഞങ്ങൾ രണ്ടും തമ്മിൽ നല്ല ഇതിൽ വഴക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കാർ എടുത്തിട്ട് പോയത്. പിന്നീട് ഈ ഒരു കാര്യം സംഭവിച്ചു എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറയുന്നതും ഓക്കെ നിങ്ങൾ സാധാരണയായിട്ട് വഴക്കുണ്ടാക്കാറുണ്ടോ എന്നെല്ലാം ആ ഒരു ലേഡിയാണെങ്കിലും ലെനയെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ലെന പെട്ടെന്ന് അവളുടെ വക്കീലിനോട് പറയും, സാർ പ്ലീസ് എന്നെ കൊണ്ട് ഇതിൽ കഴിയുന്നില്ല, എനിക്ക് നല്ല വിഷമമുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കും ആഗി എന്ന് പറഞ്ഞ ഒരു ലേഡിക്കാണെങ്കിലും ലെനയെ നല്ല സംശയം തോന്നാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷെരീഫ് കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആ ഒരു ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റി ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് വന്ന് ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്നും പറഞ്ഞ് അവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് രാത്രി ബോട്ട് എടുത്തുകൊണ്ട് പോയത് ഒരിക്കലും ഹാർപ്പർ അല്ല എന്നാണ് പറയുന്നത്. കാരണം അയാളെ ഞാൻ ചെറുതായിട്ട് കണ്ടിരുന്നു, ഒരിക്കലും അത് ഹാർപ്പർ അല്ല വേറൊരാളായിരുന്നു, അതിലെനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നതും പോകുന്ന വഴിക്ക് കോഫി കുടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറും. അവിടെ വെച്ചിട്ട് നമ്മുടെ ഡഗിൻ്റെ അച്ഛനോട് ആ ഒരു ഷെരീഫ് സംസാരിക്കുകയാണ്. ആ ഒരു ഇൻഷുറൻസ് കിട്ടാൻ പോകുന്ന ലേഡിയില്ലേ അവരുടെ ഭർത്താവിൻ്റെ മരണത്തിൽ എന്തൊരു സംശയമുണ്ട്, അത് തെളിയിക്കാനായിട്ട് എനിക്ക് ഒരേ ഒരാളെന്ന് വെച്ചാൽ ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്, അവൻ അന്ന് ആ ഒരു ബോട്ടിൽ കണ്ടത് ഹാർപ്പറിനെ അല്ലെന്നാണ് പറയുന്നത് എന്നെല്ലാം പറയുന്നതും നമ്മുടെ ഡഗ് ഇവിടെ വെളിയിൽ നിൽക്കുകയാണ്. അവനാണെങ്കിലും ചെറിയ സംശയമുണ്ട്, കാരണം അന്ന് രാത്രി ആ ഒരു സെക്യൂരിറ്റി തന്നെ കണ്ടതായിട്ട് ഡഗിനും അറിയാം. അതുകൊണ്ട് ഡഗ് പതിയെ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു കേസിൻ്റെ കാര്യം എന്തായി എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി അവൻ കണ്ട കാര്യം ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡഗ് ആണെങ്കിൽ ഇതെല്ലാം സാധാരണ രീതിയിൽ നിന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഡഗ് അവൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഷെരീഫ് ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആഗി അതേപോലെ തന്നെ ഷെരീഫ് ഇവർ രണ്ടുപേരും ലെനയുടെ വീട്ടിലേക്ക് വന്നിട്ട് തെളിവുകളെല്ലാം ഇങ്ങനെ ശേഖരിക്കുന്നു, ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ അവർ നോക്കുമ്പോൾ നമ്മുടെ ഡഗ് ആണെങ്കിൽ അവൻ്റെ മുറിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു ലേഡി എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ഇവൻ ആ ഒരു ജനാല പൊട്ടിച്ചിട്ട് അകത്തേക്ക് കാര്യമല്ലോ ആ ഒരു ഭാഗത്തേക്ക് വന്ന് അവിടെ ആ ഒരു ഗ്ലാസ്സിൽ ഈ രക്തത്തിൻ്റെ പാട് കാണുന്നതും അത് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ സാമ്പിളും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അതുമല്ല ആ ഒരു ലേഡി കാണുന്നുണ്ട് നമ്മുടെ ഡഗ് ആ ഒരു ജനാലയുടെ അടുത്ത് നിന്ന് ഇവിടേക്ക് നോക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഡഗിനെ സംശയം തോന്നി തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ കാഴ്സൺ ഡഗിനോട് ഒരു ചോദ്യം ചോദിക്കും, അല്ല ഞാൻ ഒരുപാട് നാളായിട്ട് നിന്നോട് പറയുന്ന ഒരു മിസ്റ്ററി സ്ത്രീയെ പറ്റി നീ അവരെ സ്നേഹിക്കുന്നു എന്നെനിക്ക് സംശയമുണ്ട്, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ ഡഗ് കാഴ്സൺ അത് നിന്റെ ഫാൻറ്റസി മാത്രമാണ്, അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്ന് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകും. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ഡഗിൻ്റെ വീട്ടിലേക്കും ആ ഒരു ഷെരീഫും ഹാഗി എന്ന് പറഞ്ഞ ആ ലേഡിയും വന്നിട്ട് അവനെ പറ്റി ഇങ്ങനെ ചോദിക്കുകയാണ്. കാരണം ഹാർപ്പറിൻ്റെ ആ ഒരു ബോട്ടിൽ ജോലി ചെയ്തത് നമ്മുടെ ഡഗ് ആണല്ലോ. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ അമ്മ ഒരു വക്കീലായതുകൊണ്ട് പോലീസുകാർക്ക് ചോദ്യങ്ങളും മറ്റും ചോദിക്കാൻ വേണ്ടി ഡഗിനെയും കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലും. അപ്പോഴേക്കും അവർ രണ്ടുപേരും ഡഗിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഹാർപ്പർ എങ്ങനെയുള്ള ഒരാളായിരുന്നു, നിന്നോട് വഴക്കിടുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ അവസാനമായിട്ടും അവൻ്റെ ഭാര്യ അവനും തമ്മിൽ എങ്ങനെയായിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡഗ് പറയും, ഞാൻ അവൻ്റെ ഭാര്യ അധികമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ, ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്,
അതല്ലാതെ വേറെ എനിക്ക് അവരെ പറ്റി ഒന്നും അറിയത്തില്ല എന്ന് ഡഗ് അങ്ങനെ പറയും. അപ്പോഴേക്കും അവർ ഇൻഷുറൻസ് ലേഡി അവർ കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ ഡഗിനോട് ചോദിക്കുമ്പോൾ ഡഗിൻ്റെ അമ്മ പെട്ടെന്ന് ഹേയ്, സാധാരണ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ മകനെ അല്ലാണ്ട് ഈ ഒരു കേസിലേക്ക് വലിച്ചഴയ്ക്കാനായിട്ട് കഴിയത്തില്ല. ഞാനൊരു വക്കീലാണ്, എനിക്ക് അതിൻ്റെ നിയമ നടപടികൾ എടുക്കേണ്ടി വരുമെന്നെല്ലാം പറഞ്ഞ് ഡഗിനെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡഗ് ഇപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവിടെയുള്ള ആളുകളെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാർപ്പറിൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതുമല്ല, അവൻ വെളിയിൽ നിന്നുള്ള ആളാണെന്ന് തോന്നുന്നു. അവനാണ് വന്നിട്ട് ഹാർപ്പറിനെ കൊന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നെല്ലാം ഓരോരുത്തർ പറയുന്നതും നമ്മുടെ കാഴ്സൺ പെട്ടെന്ന് ഡഗിനടുത്തേക്ക് വന്ന് ഡഗ്, ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു കാര്യം സോറി കേട്ടോ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഡഗിനിപ്പോൾ ഒരു മെസ്സേജ് വരികയാണ്. ലേന അവൾ ആ ഒരു ബോട്ട് ഷെഡിനടുത്തേക്ക് വന്നെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. അപ്പോഴേക്കും ഡഗ് പെട്ടെന്ന് ഓടി അവിടേക്ക് ചെല്ലുന്നതും ലേന അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അവൾ പറയും, പോലീസ് കുറച്ച് നാളായിട്ട് എൻ്റെ പുറകെ തന്നെയാണ്, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഡഗ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോൺ അത് നമുക്കിനി അധികം യൂസ് ചെയ്യണ്ട, കാരണം ഇത് വെച്ചിട്ടും ആ ഒരു പോലീസുകാർ നമ്മളെ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം. അതുകൊണ്ട് ഇതേ ഈ ഒരു ഫോൺ ഇവിടെ ഞാൻ ഒളിപ്പിച്ച് വയ്ക്കാം, ആവശ്യമുള്ളപ്പോൾ വന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു തടി മാറിയിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് ആ ഒരു ഫോൺ ഇങ്ങനെ സേഫ് ആയിട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ലെന പറയും, ഓക്കെ ഡഗ്, എന്തായാലും അടുത്ത വർഷം നീ വീട്ടിൽ നിന്ന് പുറത്തു വരും, ആ ഒരു സമയത്ത് നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കണം, നീ എന്നോടൊപ്പം നിൽക്കില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവനും അതേ നില ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡഗ് ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ഷെരീഫും ആ ഒരു ലേഡി എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡഗിനെയാണ് ഇവരിപ്പോൾ സംശയിക്കുന്നത്. അതല്ല, ആ ഒരു ലേഡിയുടെ അടിവസ്ത്രം അത് അവരുടെ വീട്ടിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഡഗിൻ്റെ കുറച്ച് ഫിംഗർ പ്രിൻറ്റുകൾ അതും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം എടുക്കുമ്പോഴത്തേക്കും ഡഗിൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അവൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അതൊന്നും അറിയാതെ ഈ ഒരു പോലീസുകാരോട് തർക്കിക്കുകയാണ്. അങ്ങനെ ഇവരായാലും ഡഗിൻ്റെ ഫിംഗർ പ്രിൻറ്റിലെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ നമ്മുടെ ഡഗിനെ ആ ഒരു ലേഡി വെളിയിൽ പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ നീ ലെന്നയുടെ റൂമിൽ മറ്റൊരാളെയും കണ്ടിട്ടില്ല ഇതുവരെയും? അവൻ പറയും, ഇല്ല. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, അവൾ ആരെയോ ഒരാളെ പറ്റിച്ചിട്ട് 10 ലക്ഷമായിട്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഡഗ്, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഥയ്ക്ക് താഴെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതെന്നോട് പറയുന്നതായിരിക്കും നല്ലത് എന്നെല്ലാം പറയുമ്പോൾ ഡഗ് പറയും, എനിക്കൊന്നും അറിയത്തില്ല, ഞാനെല്ലാം നിന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കറിയാം, വിവാഹം കഴിച്ചൊരു സ്ത്രീ, കാണാനും നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീ, നിന്റെ പ്രായം, എന്തായാലും നിനക്ക് അവളെ കാണുമ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റ് എന്തായാലും തോന്നിയിരിക്കും. അതിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പലതും നടന്നിട്ടുണ്ടാവും. അതെല്ലാം വെച്ച് നീയാണോ ഇനി അവളുടെ ഭർത്താവിനെ കൊന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതുപോലെ അവൾ നിന്നോട് ഇഷ്ടമാണെന്നും അതേപോലെ തന്നെ നിന്നെ സംരക്ഷിക്കാമെന്നെല്ലാം പറഞ്ഞു കാണും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഡഗ് പെട്ടെന്ന് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാർസനെ കാണാനായിട്ട് ചെല്ലാണ്. അതേസമയം ഡഗിൻ്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവൻ്റെ അമ്മ റൂം പരിശോധിച്ചിട്ട് ലെനയുടെ അടിവസ്ത്രം അവൻ്റെ റൂമിൽ നിന്നും കണ്ടെടുക്കാണ്. അങ്ങനെ നമ്മുടെ ഡഗ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ കാർസൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവരോട് സോറി എല്ലാം പറഞ്ഞ് ഇപ്പോൾ നടന്ന കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം അവരോട് ഇങ്ങനെ തുറന്നു പറയുകയും ചെയ്യും. ഞാൻ നിന്നോട് കള്ളം പറയാമായിരുന്നെന്നെല്ലാം പറയുമ്പോൾ കാർസൻ പറയും, ഓക്കെ ശരി, ഇത് അവളാണ് ചെയ്തതെന്ന് തെളിയിക്കാനായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന ഫോണുകളുണ്ട്, അവൾ എനിക്ക് അയച്ച പ്രൈവറ്റുള്ള മെസ്സേജ്, ഫോട്ടോസ് ഇതെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ കാർസൻ പറയും, ഓക്കെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, അത് ഞാൻ പിന്നീട് മനസ്സിലാക്കിക്കോളാം. ഇപ്പോൾ നീ ചിന്തിക്കേണ്ടത് നിങ്ങൾ തമ്മിൽ ഈ ഒരു ബന്ധമുള്ളതായിട്ട് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ഒന്ന് ചിന്തിച്ച് നോക്ക് ഡഗ് എന്നിങ്ങനെ പറയുന്നതും ഡഗ് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ട് അവിടെയുള്ള ഒരു തോട്ടക്കാരനുണ്ട്, അയാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഓക്കെ ശരി, നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോ, എന്നിട്ട് അയാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കേ, എന്നിട്ട് പോലീസിനോട് കാര്യം പറഞ്ഞാൽ മതി, നിന്റെ അമ്മ എല്ലാവർക്കും നിന്നിലൊരു പ്രതീക്ഷയുണ്ട് എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഡഗ് അവനോട് സോറി എല്ലാം പറഞ്ഞ് നേരെ ആ ഒരു ഷെരീഫിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോഴേക്ക് ഷെരീഫ് ഡഗിന് കുടിക്കാനായിട്ട് ഇത്തിരി വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട്, ഓക്കെ ഡഗ്, ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം എന്നെല്ലാം പറയുന്നതും നമ്മുടെ ഡഗ് അയാൾ കൊടുത്ത ആ ഒരു വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഓക്കെ ശരി, എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടെന്ന് പറയുന്നതും അവൻ്റെ അമ്മ ഇപ്പോൾ അവനെ വിളിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ ഡഗ് ആ ഒരു ഷെരീഫിനോട് പറയും, ഓക്കെ ഷെരീഫ്, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്, നിങ്ങളിപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അവരുടെ വീട്ടിലെ ജോലിക്കായിട്ട് നിന്ന ആ ഒരു തോട്ടക്കാരൻ അയാളെ കണ്ടുപിടിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ ഡഗ് നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അതേസമയം ആ ഒരു ഷെരീഫ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ കുടിച്ച ആ ഒരു ഗ്ലാസ്സിൽ അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടല്ലോ അതങ്ങനെ എടുത്ത് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ഇവർ അന്വേഷിച്ച് പോയ ഒരു തോട്ടക്കാരനുണ്ടല്ലോ അയാൾ മരിച്ചതായിട്ട് ഇപ്പോൾ ഈ ഒരു ഷെരീഫിനോട് വന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഡഗിന് ആകെയുള്ളൊരു തെളിവ് അയാൾ മാത്രമായിരുന്നു. അതുപോലെ ഇവർക്ക് ആ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് അതേപോലെ തന്നെ നമ്മുടെ ഡഗിൻ്റെ ഫിംഗർ പ്രിൻറ്റും ഒന്നാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനെ ഇങ്ങനെ പറയുന്നതും അടുത്തത് ഡഗിൻ്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഡഗിൻ്റെ അച്ഛനും അമ്മയും ആ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് ഡഗിനെ ഒരുപാട് വഴക്കുറയാണ്. എന്നിട്ട് നീയാണോ ഈ ഒരു കാര്യമെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ആദ്യം അവൻ കള്ളമാണ് പറയുന്നത്, പിന്നീട് എന്തായാലും അവൻ സമ്മതിക്കുകയും ചെയ്യും. എന്നിട്ട് അവരോട് സോറി എല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ്
നമ്മുടെ ഷെരീഫ് മുകളിലേക്ക് കയറി വരുന്നതും ഡഗ് പെട്ടെന്ന് ആ ഒരു ഫോണിൻ്റെ കാര്യമുണ്ടല്ലോ അതാലോചിച്ചിട്ട് അതെടുക്കാൻ വേണ്ടി അയാളെയും പറ്റിച്ചിട്ട് അവൻ നേരെ അവൻ്റെ സൈക്കിളും എടുത്ത് ഇപ്പോൾ ആ ഒരു ബോർഡ് ഷെഡിനടുത്ത് ഇങ്ങനെ പോവാണ്. അതുമല്ല അവൻ നല്ല സ്പീഡിന് ചവിട്ടി പോകുമ്പോഴത്തേക്കും ആഗി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഉണ്ടല്ലോ അവർ പെട്ടെന്ന് ഇവനെ കണ്ടിട്ട് ഷെരീഫിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഡഗ് പെട്ടെന്ന് ആ ഒരു ഷെഡിനടുത്തേക്ക് വന്ന് ആ ഒരു ഫോൺ എടുക്കാനായിട്ട് നോക്കുമ്പോൾ അവിടേക്ക് ഇപ്പോൾ ലെന വരുവാണ്. ലെന അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കിസ് ചെയ്തിട്ടാണ് അവൻ പെട്ടെന്ന് ആ ഒരു ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതും ഫോൺ അവിടെ കാണുന്നില്ല. അപ്പോൾ ലെന പറയും സോറി അത് ആൾറെഡി ഞാൻ തന്നെ എടുത്തു എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് ലെന എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ വസ്ത്രമെല്ലാം ഇങ്ങനെ വലിച്ചു കീറിയിട്ട് കണ്ണാടിയെല്ലാം എടുത്ത് മാറ്റുമ്പോൾ അവളുടെ കണ്ണിൽ ഈ പരിക്ക് പറ്റിയതുപോലെയെല്ലാം എന്നിട്ട് അവൻ്റെ മുകളിലേക്ക് ചാടി വീണ് അവൾ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നതും ഈ ഒരു പോലീസുകാർ അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവരെല്ലാവരും അകത്തേക്ക് കയറി വരുന്നതും നമ്മുടെ ലെനയെ ഡഗ് ഉപദ്രവിക്കുന്നത് പോലെയാണ് അവരിപ്പോൾ കാണുമ്പോൾ. അങ്ങനെ അവളാണെങ്കിലും പെട്ടെന്ന് പേടിച്ച് ആ ഒരു പോലീസുകാരോടൊപ്പം അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. ഡഗിനൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മുടെ ലെനയെ ആഗി എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ അവൾ വിളിച്ചുകൊണ്ട് പോവാണ്. അതേസമയം നമ്മുടെ ഷെരീഫ് ഡഗിനടുത്തേക്ക് വന്നിട്ട് ഡഗ് എനിക്കിപ്പോൾ ഈ ഒരു കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡഗ് പറയും അതെ സാർ അവളൊരു കള്ളിയാണ്, അവൾ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് ചെറിയൊരു തെളിവ് മാത്രം മതി എന്നെല്ലാം പറയുന്നതും ഷെരീഫ് പറയും ശരി എനിക്ക് നിന്നെ കൈവിലങ്ങ് ചെയ്യാനായിട്ടാണ് ഓർഡർ തന്നിരിക്കുന്നത്, പക്ഷേ നിനക്ക് 20 മിനിറ്റ് ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞ് അവൻ്റെ സൈക്കിൾ അവനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും അവൻ ആ ഒരു സൈക്കിളും എടുത്ത് ഇപ്പോൾ നല്ല വേഗത്തിൽ ലെനയുടെ അടുത്തേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ ആ ഒരു ഫോൺ ഉണ്ടല്ലോ ആ ഒരു ഫോൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ആ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം പോലീസിനെ അറിയിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഡഗ് നേരെ അവിടേക്ക് ചെന്ന് അവളുടെ പേഴ്സ് എടുത്ത് നോക്കി. അവളുടെ പേഴ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആഹാ എന്താണെന്ന് കാണിക്കുമ്പോൾ അവളുടെ പേരിൽ ഒരുപാട് പാസ്പോർട്ട് ഉണ്ട്, അതും പല പേര് പല രാജ്യങ്ങളിലെ പാസ്പോർട്ടുകൾ. അതേസമയം ആഗി എന്ന് പറഞ്ഞ ഒരു ലേഡി അതിനകത്തേക്ക് കയറി വരുന്നതും ഡഗ് പറയും സോറി മാഡം എനിക്ക് ഒരു കാര്യം മാത്രമേ തെളിയിച്ചാൽ മതി, ഈ ഒരു ഫോൺ അത് മാത്രമേ എനിക്ക് കിട്ടിയാൽ മതി, ഇതാണ് തെളിവെന്നിങ്ങനെ പറയുന്നതും അതിനകത്ത് നമ്മുടെ ലെനയെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ലെന നീ എന്നോടൊപ്പം ഇപ്പോൾ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഡഗ് നീ എന്നെ വിശ്വസിക്കണം, ഇവളെ എന്തായാലും ഞാൻ പോലീസിലേക്ക് ഏൽപ്പിക്കും, എനിക്ക് കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് ഷെരീഫിനെ വിളിച്ചിട്ട് ഷെരീഫ് ആ ഒരു പയ്യൻ ഇവിടെ ഉണ്ട്, അതുമില്ല ലെനയെ എനിക്ക് കൊണ്ടുപോകണം, നിങ്ങളെവിടെ വരുന്നത് വരെ ആ ഒരു പയ്യൻ ഇവിടെ നിൽക്കൂ, ആ എൻ്റെ കയ്യിൽ കൈവിലങ്ങളുണ്ട്, ശരി ശരി ഓക്കെ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഡഗിനെ കൈവിലങ്ങിട്ടിട്ട് ലെനയും കൂട്ടി ആ ഒരു ലേഡി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും വെളിയിലേക്ക് നടന്ന് പോകുമ്പോഴത്തേക്കാണ് ആഹാ ഈ ഒരു മൂവിയിലെ ഒന്നൊന്നര ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെനയുടെ കാലിലുള്ളതുപോലെ തന്നെ ആഗി എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ കാലിലും ആ ഒരു ടാറ്റു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും പരസ്പരം അറിയുന്നവരാണെന്ന് നമ്മുടെ ഡഗിന് മനസ്സിലായി. അതുമല്ല അവൾ ഇതിനു മുന്നേ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളും അവനിങ്ങനെ ആലോചിച്ച് നോക്കുന്നതും ഇതെല്ലാം മനഃപൂർവ്വം നമ്മുടെ ലെന പ്ലാൻ ചെയ്ത കാര്യങ്ങളാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് ആ ഒരു ഫോൺ എടുത്ത് ആ ഒരു ഷെരീഫിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ വയർ ആൾറെഡി കട്ടായി കിടക്കാണ്. അപ്പോൾ പെട്ടെന്നും പറഞ്ഞ് അവൻ അങ്ങനെ നിൽക്കുന്നതും ലെന പോയ ആ ഒരു കാർ ഇപ്പോൾ പുറകിലേക്ക് വന്നിട്ട് ലെന എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു തെളിവുകളെല്ലാം ഉള്ള ആ ഒരു ഫോൺ ഉണ്ടല്ലോ അതെടുത്ത് അവിടേക്ക് വെച്ചിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യം. നമ്മുടെ ലെനയും ഹാഗി എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയും ഇവർ രണ്ടുപേരും ലെസ്ബിയൻസ് ആണ്. ഇവരുടെ പ്രധാന പണി പണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് ലെന അവരെ പോയി കല്യാണം കഴിക്കും. എന്നിട്ട് അവരേതെങ്കിലും വിധത്തിൽ കൊന്ന് അവരുടെ ഇൻഷുറൻസ് പണം അത് തട്ടിയെടുത്ത് ഇവർ രാജ്യം വിടും. ഇതാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. അങ്ങനെ അവൾ പറ്റിച്ച ഒരാളാണ് ഹാർപ്പർ എന്ന് പറഞ്ഞ ഒരാൾ. അതിനിടയ്ക്ക് നമ്മുടെ ഡഗും കയറി ചെന്നതുകൊണ്ട് അവനെ പറ്റിച്ച് അതുവഴി ഹാർപ്പറിനെ കൊന്ന് അതില്ലാതാക്കാൻ വേണ്ടി അവൾക്ക് കുറച്ചുകൂടി എളുപ്പമായി. പക്ഷെ ഇപ്പോൾ അവൾ ആ ഒരു ഫോൺ ഇവിടെ വെച്ചിട്ട് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് എന്തോ അവനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഫോൺ അവിടെ വെച്ചിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ നമ്മുടെ ഡഗ് അവൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ്. കാരണം അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയി ആ ഒരു കൊലപാതകം ചെയ്ത് അത് മറയ്ക്കാനായിട്ട് അവൻ സഹായിച്ചിരുന്നല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അവനെ അറസ്റ്റ് ചെയ്തിട്ട് പോയി ജയിലിലിട്ടിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവനെ റിലീസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ ലെനയാണ് ഹാർപ്പറിനെ കൊന്നെന്നുള്ള കാര്യവും ഇവർ രണ്ടുപേരും ഫ്രോഡുകളാണെന്നുള്ള കാര്യവും പോലീസിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഡഗിനെ വെറുതെ വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെ ഡഗ് തിരിച്ചു വരുന്നതും അവൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൗവനം എന്തായാലും അവൾ എടുത്തു, എന്നാലും എനിക്ക് അവളുടെ മുഖം അവളുടെ ശരീരം ഇതൊന്നും മറക്കാൻ കഴിയത്തില്ല. അവൾ എന്താണ് ചിന്തിക്കുന്നതെന്നോ എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കതെല്ലാം തിരികെ എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൂവിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായ ആ ഒരു മെസ്സേജ് എന്താണെന്ന് വരിയായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.